ഒന്നും ആയില്ലേ? പപ്പടം കഴിച്ച തീർന്നു. ഞണ്ടാ രാജി വഴിന്ന് വാങ്ങിച്ച മീൻകാരത്തിൽ എന്തോരം ചീത്ത കേട്ടുന്നോ? അല്ല അതെ, അവക്ക് മീൻചന്ത പരിചയമില്ലാത്തോണ്ട്. വർത്താനം പറഞ്ഞുണ്ടല്ലോ. പിന്നെ ഈ ചോറ് വിളമ്പാനുള്ള വകുപ്പ് വല്ലതും ഉണ്ടോ? EC-ക്ക് 32-ാം വകുപ്പ് അനുസരിച്ച് 10 മിനിറ്റ് കൂടി കഴിയും. അപ്പുറത്ത് പോയി കള്ളനും പോയി. നീ പോയി ആ മേശ വൃത്തിയാക്ക. പോകുന്നുണ്ടോ അവിടുന്ന്? അയ്യേ ചേട്ടാ, രാജയുടെ ബർത്ത്ഡേക്ക് സാരി എടുത്തില്ലല്ലോ. നാളെ മുതൽ നാളെ തന്നെ എടുക്കണം. മറ്റന്നാൾ ഞായറാഴ്ച. August 12 ബർത്ത്ഡേ ആണെങ്കിൽ 11 എടുക്കുന്നത്. ഇപ്രാവശ്യം 15 ഞായറാഴ്ച. മറക്കണ്ട. മറക്കല. നീ ചോറ് വിളമ്പുന്നുണ്ട്. ആ ഞണ്ടിന് ചീത്തയായി പോടി. ശോഭ, ആ പ്ലേറ്റിൽ എടുത്ത് വെക്കേ. ശരി, ചേട്ടൻ അങ്ങോട്ട് വാ. എന്താ സുഖ? ഇവക്ക് 2 സാരി വേണം. വേണ്ട, എടുത്തോളൂ. മമ്മി, എനിക്ക് വരണെന്താ? എനിക്ക് വരണെന്താ? ആരും ബഹളം വെക്കണ്ട, ഞാൻ എടുത്തുതരാം. മോളെ, കണ്ണട താഴെ തുടക്കരുതേ. ഇത് നീ തിന്നു. ചേട്ടാ, ഇത് ചേച്ചിക്ക്. ഇത് അനുമോന്, ഇത് മിനിമോ. ഇത് രാജിമോൾ. കൊള്ളാം. നീ ഒന്നും വേണ്ടല്ലോ. ആ ബലി ഹാപ്പി ബർത്ത്ഡേ. അല്ല, അതായത് ഇന്ന് നിന്റെ ബർത്ത്ഡേ. ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നല്ലാതെ. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ എന്താ പറയാ? എന്താണ് വേഗം പറ. തീർന്നു പിടിക്കല്ലേ. അപ്പോ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ജന്മദിനം. പിന്നെ ബർത്ത്ഡേ എന്ന് പറഞ്ഞ ചരമദിനാണോ? അതല്ല അതല്ല. അപ്പോ ഈ ജന്മദിനം എന്ന് പറഞ്ഞാൽ നമ്മള് സന്തോഷിക്കേണ്ട ദിവസം. അതിനിപ്പോ എന്ത് പറ്റി? പറ്റിയെന്നല്ല, നല്ല മാല. മണി ഒന്നും അടിക്കണ്ട. എന്താന്ന് വെച്ചാ അല്ല, എന്റെ അഭിപ്രായമല്ല, നിന്റെ ചേട്ടന്റെ അഭിപ്രായമാണ്. എന്ത്? ഒരു കുപ്പി, അല്ല, ഒരു മാള്. ചേച്ചി പിന്നെ പിന്നെ എന്തുകൊണ്ടാ പറഞ്ഞു? മാള് ചേച്ചി പാട്ടി വെച്ചതുണ്ടല്ലോ. എന്താടി ചേച്ചി? ഇതേ എന്തേ തനിക്കെന്താ ഇവിടെ കാര്യം? ഇത് നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നം. അത് ശരി, എന്താ കാര്യം? ചേച്ചി എന്തെങ്കിലും ആയിക്കോട്ടെ. കഷ്ടായത് ചുമ്മാ ഇരി. ചേച്ചി സ്മോൾ വേണോന്ന്. എന്താ ഇവിടെ പ്രോബ്ലം? ചുമ്മാ ഒരു കാര്യമില്ലാതെ പെണ്ണ് വീണുകൊണ്ട് വള അളിയച്ചാർക്കേ സ്മോൾ വേണമെന്ന്. മാളോ? അവന്റെ ആഗ്രഹമല്ലടി, അടിച്ചോട്ടെ. അത് ശരി, രണ്ടുപേരും കൂടെ ഉള്ള പ്ലാനാണോ? ദേ, അച്ഛനില്ലാത്ത സമയം കേട്ടോ. അതുകൊണ്ടല്ലേ പ്ലാൻ ഇട്ടത്. ദേ, നാളെ എക്സാം ഉള്ള രണ്ടുപേർക്കും വേണ്ട പ്ലീസ്. എന്തോന്ന് നാത്തൂന് ഇത്? 2 സ്മാൾ അടിച്ച് കയറി ഞങ്ങൾ തലമുത്തി നിൽക്കാൻ പോകും. കൺഗ്രാചുലേഷൻസ് മിസ്റ്റർ ഉണ്ണി. താങ്ക് യു. യു ആർ സെലക്ടഡ്. ഏറ്റവും കൂടുതൽ മാർക്ക് മിസ്റ്റർ ഉണ്ണിക്കാണ്. രാജന് 2nd റാങ്ക് ആയിപ്പോയി. മിസ്റ്റർ ഉണ്ണി, ബാംഗ്ലൂരിൽ ഇനി 2 ടെസ്റ്റ് കൂടി ഉണ്ട്. ഓക്കെ. ഞാൻ പേഷ്യൻസ് ഉണ്ടോ? ഓക്കെ, ഗോ ഹെഡ്. ഓക്കെ.
എന്താ മിസ്റ്റർ ഉണ്ണി? സാർ, എനിക്കൊരു പേഴ്സണൽ റിക്വസ്റ്റ് ഉണ്ട്. പ്ലീസ് സിറ്റ് ഡൗൺ. അതായത് ഞാനും ഡോക്ടർ രാജനുമായുള്ള അടുപ്പം സാറിനറിയാലോ. അറിയാം. കുഞ്ഞുനാൾ മുതൽ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു, ഒരു സഹോദരനേക്കാൾ കൂടുതൽ അടുപ്പത്തിൽ. രാജന്റെ ജീവിതാഭിലാഷമാണ് ഇങ്ങനെയൊരു ഡിഗ്രി. സെക്കൻഡ് റാങ്ക് രാജനല്ലേ? രാജനും രവീന്ദ്രനും ഈക്വൽ മാർക്സ് തന്നെയാണ്. പക്ഷേ രവീന്ദ്രനെ അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അയാളുടെ പിന്നിൽ ധാരാളം ബ്ലാക്ക് മാർക്സ് ഉണ്ട്. പിന്നെ രാജന് പോകണമെങ്കിൽ ഉണ്ണി വിഡ്രോ ചെയ്താലേ നടക്കൂ. ചെയ്യാം സാർ, ഞാൻ വിഡ്രോ ചെയ്യാം. അങ്ങനെ സഹായം ചെയ്താൽ അതൊരു വലിയ ഉപകാരമായിരിക്കും. ഓക്കെ. താങ്ക് യു സാർ. രാജനെ കണ്ടാൽ ഒന്ന് വരാൻ പറയൂ. ശരി സാർ. സാർ, ഒരു ഉപകാരം കൂടി ചെയ്യണം. എന്താണ്? ഞാൻ വിഡ്രോ ചെയ്തുകൊണ്ടാണ് രായൻ സെലക്ഷൻ കിട്ടിയതെന്ന് അവൻ അറിയരുത്. അറിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. ഓ, അങ്ങനെയുണ്ടോ? ഒരു കാര്യം ചെയ്യും, ഉണ്ണി ഒന്ന് എഴുതി തന്നേക്ക്. ശരി സാർ, ഞാൻ എഴുതരാം. വരട്ടെ. ശരി. വന്നല്ലോ താലപ്പൊലി. ഇതേ ഉള്ളൂ. ഇപ്പൊ എന്താ ചേച്ചി? എന്റെ ചേട്ടന് റാങ്ക് കിട്ടാൻ ഞാൻ അർച്ചന നടത്തിയപ്പോ എന്നെ കളിയാക്കിയില്ലേ? ഇരിക്കുന്നു, ആ പാർട്ടിയും കൂടെ എഴുതിയതാ. ഇതിന് കിട്ടില്ലാന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ഒന്ന് പോടി അവിടുന്ന്. ഇവന്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹമല്ല എന്ന് കരുതി ഞാൻ പ്ലാന് മാറിക്കൊടുത്തതല്ലേ? പിന്നെ അത് നോണ. കിട്ടിയില്ലെങ്കിൽ മുന്തിരി പുളിക്കും. അതിനെന്താ, ഇനി ബാംഗ്ലൂരിൽ 2 ടെസ്റ്റ് ഉണ്ടല്ലോ, അത് കിട്ടുമോ നോക്കാമല്ലോ. അതേട്ടാ, ബാംഗ്ലൂരിലെ ടെസ്റ്റ് ഡിഫിക്കൽട്ട് ആണോ? അവൻ ചുമ്മാ അടിക്കല്ലേ, അത് ലൈറ്റ് ടെസ്റ്റ് ആണ്. മെയിനൊക്കെ എന്നേ കഴിഞ്ഞു. എന്റെ പേരിൽ രാജൻ നടത്തിയ കംപ്ലൈന്റാ എന്റെ MCA സെലക്ഷൻ നഷ്ടപ്പെടുത്തിയത്. ഈ സമയം നോക്കി മനഃപൂർവ്വം അവൻ എന്നെ ചതിച്ചതാ. എനിക്കിതൊന്നും മനസ്സിലായിട്ടില്ലെന്നാണ് അവൻ കരുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു സന്ദർഭം ഉണ്ടാക്കി ഞാൻ അവനോട് പ്രതികാരം ചോദിക്കും. നീ നോക്കിക്കോ. ഫ്ലൈറ്റിന്റെ സമയമായില്ലോ ഉണ്ണേട്ടാ. ചേട്ടനെ കണ്ടില്ല. വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു. അയ്യോ, സമയമായില്ല ചേട്ടാ. ടിക്കറ്റ് ഒക്കെ അല്ലേ? അല്ല, വെയിറ്റിംഗ് ആണ്. ശരിയാക്കാം. അതാരുടെയാ വണ്ടി? അത് നമ്മുടെ നെയ്ബർ തോമസാ. പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. നമ്മുടെ വണ്ടി വീട്ടിൽ കിട്ടണം. താക്കോലിന്ന്. എന്തിന്? അല്ല, നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ. നീ ഇല്ലല്ലോ, വിലെന്താ അത്യാവശ്യം? അത് സാരമല്ലേ, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ, അച്ഛനോട്. അച്ഛാ, അച്ഛാ, ഞാൻ പോയിട്ട് വരട്ടെ. വിഷ് യു ഹാപ്പി ജേർണി ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. അതെ. ഹലോ. ഉണ്ണേട്ടാ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ അവനെ കത്തോണ്ടിരിക്കുകയല്ലായിരുന്നു, വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കഴിയില്ലേ? ഗോപി വന്നില്ല. കേട്ടുന്നത്. കാപ്പി എടുക്കട്ടെ? അല്ല, പോയിട്ട് ധൃതിയുണ്ട്. ഏറ്റവും തുറന്നേ. വൈകുന്നേരം കാണാം.
മോശമില്ലല്ലോ. എന്താ ചേട്ടാ ഇത്? രാജു പറഞ്ഞു. ആ, ചേട്ടന് നല്ല ക്ഷീണമുണ്ട്. വന്ന് കിടക്കും. ആ. ഹലോ. നിമി ഞാനാ. രാജി എന്തെടുക്കുന്നു? അവളിവിടെ ഉണ്ട്. നീ അവിടെ തന്നെ ഉണ്ടാവണം. വേറൊന്നുമില്ല. ശരി. ആ വാടിയിലേക്ക് നുള്ളിക്കളഞ്ഞേക്ക്. എന്തായി? എന്നത്തേക്ക് വെച്ചു? വീണ്ടും നീട്ടാനാണ് പുള്ളിക്കാരത്തി പറയുന്നത്. എന്തിന്? എന്നാ കേസ്? തിങ്കളാഴ്ച. മറ്റന്നാളോ? നിങ്ങൾ വന്നേ. നീ എന്താ കാണിക്കുന്നത്? കൊച്ചുകുട്ടികളെ പോലെ. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കും. ഇന്ന് നിനക്ക് സംഭവിച്ചു, നാളെ ഇത് എനിക്ക് സംഭവിക്കാം എന്ന് കരുതി നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? എന്നിട്ട് മണ്ടത്തരം കാണിക്കുക. മിസ്റ്റർ ജോർജ്, തിങ്കളാഴ്ച സാക്ഷിസ്ഥാരമാണോ? അല്ല, ബുദ്ധിമുട്ടാണെങ്കിൽ. ഒരു ബുദ്ധിമുട്ടും ഇല്ല. തിങ്കളാഴ്ച രാവിലെ ഇങ്ങ് വന്നോളൂ. പോയിക്കോ. രാജി, നീ ഇനി കോർട്ടിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചുകൊണ്ട് പോയ ആള് തിരിച്ചു വരുമോ? നിനക്കൊരു കുഞ്ഞില്ലേ? ചേച്ചി, നീ ഒന്നും പറയണ്ട. എഴുന്നേറ്റ് കുളിച്ചൊന്ന് ഫ്രഷ് ആവൂ. കമോൺ, വരാം. രാജി, നീ കോർട്ടിലേക്ക് വെക്കൂ. ഞാൻ ആ പിലാക്കന്റെ കണ്ടിട്ട് വരാം. വാ, കാറ് വന്നു. വരട്ടെ ചേച്ചി. ഹലോ, അച്ഛനാണോ? ഞാൻ രാജനാണ്. എന്താ മോനെ? അച്ഛൻ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഓഹോ, വിഷ് യു ഹാപ്പി ജേണി. താങ്ക് യു. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. ആ, ശരി. ശരി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ചു ദിവസം പിടിക്കും. നീ അവളെ ശ്രദ്ധിച്ചോളേ. അവൾക്കിനി കോർട്ടിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കോർട്ടിൽ പോകാൻ തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ ശരിയായിക്കോളാം. ചേട്ടന് പോകാൻ സമയമായി. ഞാൻ ഡോക്ടർ രവി, ഉണ്ണിയുടെ ഫ്രണ്ടാ. ഓ, ഡോക്ടർ രവീന്ദ്രൻ. ഉണ്ണി പറയാറുണ്ട്. ഇരിക്കൂ. ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട, ഞാനിപ്പോ കഴിച്ചതാ. എന്താ വിശേഷിച്ച്? കുറച്ചു ദിവസമായി അച്ഛനെന്ന് കാണുമെന്ന് വരുന്നു. രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. ഇനി നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? പറയാം. വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? പറയാം. ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിന് ശേഷമേ അച്ഛനൊരു തീരുമാനം എടുക്കാവൂ. കാര്യം എന്താ? വീണ്ടും ഞാൻ പറയുകയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന്. കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണച്ചാ? കാറിന്റെ ബ്രേക്ക് പൊട്ടി. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പരിശോധിച്ച് എഴുതിയിട്ടുണ്ട്. കാറിന്റെ ബ്രേക്ക് പൊട്ടി. പൊട്ടിച്ചതാണെങ്കിലോ? പൊട്ടിച്ചതോ?
ആര്? എന്തിന്? അച്ഛ, നമുക്ക് അകത്ത് പോലും സംസാരിക്കാം. ഇരിക്കൂ. അച്ഛനിരിക്കൂ. താങ്ക് യു. ഉണ്ണി ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത്? പ്ലീസ് ടെൽ മീ. കാറിന്റെ ഉടമസ്ഥൻ തന്നെ. വാട്ട്? യെസ്, ഡോക്ടർ രാജൻ. ഇനി ഒരു അക്ഷരം വേണ്ടി പോരുത്. നിനക്കറിയാമോ, രാജൻ എന്റെ മകനാണ്, എന്റെ സ്വന്തം മകനെ പോലെ. ആയിരിക്കാം, പക്ഷേ ഉണ്ണി എന്റെ സ്നേഹിതനല്ല, സഹോദരനാണ്. വാട്ട് യു മീൻ? പ്ലീസ് ലിസൺ വാട്ട് ഐ മീൻ. എടുത്തു യാടോ വെച്ചാ, ഞാൻ നിങ്ങളെ കവിളിത്തേക്കാൻ വന്നവനല്ല, നിങ്ങളുടെ ധാരണ തിരുത്താൻ വന്നവനാ. രാജനെതിരായി ഇനി ഒന്നും നിങ്ങൾ സംസാരിക്കരുത്. രാജൻ എനിക്കൊരു പ്രശ്നമല്ല, പക്ഷേ ഉണ്ണിയുടെ ഘാതകൻ എന്റെ ശത്രുവാണ്. അവനെ ഞാൻ വെറുതെ വിടില്ല. അച്ഛൻ ഓർമ്മയുണ്ടോ, ഉണ്ണി മരിച്ച ദിവസം ജൂൺ 16 തീയതി രാവിലെയാണ് രാജൻ ഫസ്റ്റ് ടെസ്റ്റിന്റെ വ്യാജന ബാംഗ്ലൂരിലേക്ക് പോയത്, അല്ലേ? അതെ. അന്നത്തെ ബാംഗ്ലൂർ ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിൽ ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചു തരാമോ? ഉണ്ടോ? ഇല്ല. എവിടെ പോയി? ഉണ്ണി മരിച്ചതിന്റെ പിറ്റേ ദിവസം, അതായത് ജൂൺ 17 തീയതി മോർണിംഗ് ഫ്ലൈറ്റിലാണ് രാജൻ തിരിച്ചെത്തിയത്, അല്ലേ? അതെ. 17 തീയതി മോർണിംഗ് ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ചാർട്ടാണിത്. ഇതിലെങ്കിലും ഡോക്ടർ രാജന്റെ പേരെന്ന് കാണിച്ചു തരാമോ? പേരുണ്ടോ? ഇല്ല. എവിടെ പോയി? ആ തുമ്പോത്ത് MCH ഡിഗ്രിക്ക് വേണ്ടി നാഷണൽ എക്സാമിന് സെലക്ഷൻ കിട്ടിയത് ആർക്കാണെന്ന് അറിയാവോ? രാജന്. നോ, ഡോക്ടർ ഉണ്ണികൃഷ്ണന്, അച്ഛന്റെ മകന്, എന്റെ ഉണ്ണിക്ക്. പിന്നെ രാജന് കിട്ടിയത്? അതിനുവേണ്ടിയാണ് ഉണ്ണിയെ ചതിച്ചത്. ഉണ്ണിയില്ലെങ്കിൽ രാജന് പോകാം. അത്ഭുതമായിരിക്കുന്നു അല്ലേ? സ്വന്തം സഹോദരിയെ വിധവയാക്കിയിട്ടുള്ള വിദേശ പര്യടനം. ഇറ്റ് വാസ് എ ത്രില്ലിംഗ് ഗെയിം ഹി ഹാസ് ഡൺ. രവി, തീർന്നില്ലച്ചാ. MCA സെലക്ഷൻ കിട്ടിയാൽ 2 ടെസ്റ്റ് ഉണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഉണ്ണി മരിച്ച ദിവസം രാവിലെയാണ് ആദ്യത്തെ ടെസ്റ്റിന് വേണ്ടി രാജൻ ബാംഗ്ലൂരിലേക്ക് പോയത്. അതെ. കള്ളം. അന്ന് അങ്ങനെ ടെസ്റ്റ് നടന്നിട്ടില്ല. ആദ്യത്തെ ടെസ്റ്റ് ഇന്നലെയാണ് നടന്നിരിക്കുന്നത്. അതിനാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഇതാ നോട്ടീസ്. ഇനി അച്ഛൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഈ 4 തെളിവുകൾ ധാരാളമാണ് എനിക്ക് അവന്റെ കാര്യത്തിൽ കരുടാൻ. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റാണെന്ന് അച്ഛന് തെളിയിക്കാൻ സാധിച്ചാൽ ഇതിൽ ഞാൻ പിന്മാറാം. ഉണ്ണി മരിച്ച ദിവസം പിന്നെ രാജൻ എവിടെയായിരുന്നു? ഇനി ആ ചോദ്യം ചോദിക്കേണ്ട അച്ഛനല്ല, കോടതിയാണ്. തൽക്കാലം ഞാൻ അതിന് ഉത്തരം പറയാം. ഉണ്ണിയെ ചതിക്കാൻ കെണിയൊരുക്കിയ ദിവസം രാജനോടില്ലെങ്കിൽ ആരും തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇനിയും വിചിത്രമായ മറ്റൊരു തെളിവ് കൂടിയുണ്ട്. അച്ഛന് കേൾക്കണോ? What do you mean, Mr. ഉണ്ണിത്താൻ? രാജൻ രാജിയെ ചതിച്ചെന്നോ? രാജിയെ ചതിച്ചില്ല, എന്റെ മകനെയാണ് ചതിച്ചത്. No, I can't believe it. ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല ചേച്ചി. പക്ഷേ സത്യത്തിന് നേരെ കാണാത്തൊരു കാര്യമില്ല. എന്ത് സത്യമാണ് മിസ്റ്റർ രവി നിങ്ങൾ പറയുന്നത്? രവി നിരത്തി വെച്ചിരിക്കുന്ന ഈ തെളിവുകളിൽ ഏതെങ്കിലും മിസ്സിസ് മേനോനെ നിഷേധിക്കാൻ കഴിയുമോ? മിസ്റ്റർ രാജൻ ഇവിടെ ഉണ്ടോ? അവനിവിടെ ഇല്ല. ബാംഗ്ലൂരിൽ അവന്റെ വിജയം ആഘോഷിക്കാൻ പോയിരിക്കുക. ഇതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാനായിട്ട് ശ്രമിക്കരുത് മിസ്റ്റർ ഉണ്ണിത്താൻ. തീരുമാനം ഇനി വൈകിക്കുന്നതാണ് തെറ്റ്. അതിനുവേണ്ടി നാം ഉപേക്ഷിക്കുന്ന ഓരോ നിമിഷവും അവരെ രക്ഷപ്പെടുത്താൻ സഹായിക്കും. അവൻ തിരിച്ചെത്തുന്നതിന് മുമ്പ് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. മിസ്റ്റർ ഉണ്ണിത്താൻ, ഒരച്ഛന്റെ വേദന നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ കരുതി. ഐ എം സോറി. മിസ്റ്റർ ഉണ്ണിത്താൻ, എനിക്ക് നിങ്ങളോ രാജനോ ഉണ്ണിയോ രാജിയോ അന്യരല്ല. രക്തബന്ധങ്ങൾ തകരാൻ ഇടവരരുത്. രക്തബന്ധം, അതിന്റെ അർത്ഥം ആ റാസ്കലിന് അറിയാമോ? ഈസ് എ ബ്ലഡ് സക്കിംഗ് ബാസ്റ്റർഡ്. അവനെ ഞാൻ വെറുതെ വിടില്ല മിസ്സിസ് മേനോൻ. ഏതായാലും നിങ്ങൾ രാജി ഒന്ന് വിളിക്കൂ, നമുക്ക് സംസാരിക്കാം. എന്റെ ചേട്ടനെതിരെ ഇനി ഒരു അക്ഷരം നിങ്ങൾ സംസാരിച്ചാൽ ഐ വിൽ ലൂസ് മൈ കോമൺ സെൻസ്. മൈൻഡ് ഇറ്റ്. നിങ്ങൾ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഞങ്ങൾ നിങ്ങളുടെ ചേട്ടനെ തൂക്കിക്കൊല്ലാനും വന്നതല്ല. എന്റെ സുഹൃത്ത് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ ചതിച്ചു വന്നതിനെ കുറിച്ച് മനസ്സിലാക്കി തരാൻ വന്നതാ. No need of explanation, രവി. ഡോക്ടർ രാജനെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? അദ്ദേഹം എന്റെ സഹോദരൻ മാത്രമല്ല, എന്റെ അമ്മയും അച്ഛനും എല്ലാം എന്റെ ചേട്ടനാണ്. അതുകൊണ്ടായിരിക്കും ചേട്ടനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. മരിച്ചുപോയത് എന്റെ ഭർത്താവാണ് അച്ഛാ, എന്റെ ഉണ്ണിയേട്ടൻ. പക്ഷെ രാജേട്ടൻ
ചേച്ചി കേക്കൂ, എന്റെ ഉണ്ണിട്ടൊരു തലവേദന വന്ന അന്ന് രാജേട്ട് ഉറങ്ങില്ല. ഉറക്കം വരില്ല ചേച്ചി. ആ ചേച്ചിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോ ഈ എവിഡൻസുകളോ? എവിഡൻസോ? ഇതുപോലെ ആയിരക്കണക്കിന് എവിഡൻസ് ഉണ്ടാക്കാൻ എനിക്ക് കഴിയും. നിങ്ങൾക്ക് കാണോ? അതിനെ എതിർക്കാൻ നിയമത്തിൽ വേറെ വകുപ്പുകളും കാണും. ഓഹോ, നിങ്ങൾ എന്നെ നിയമം പഠിപ്പിക്കായിരിക്കും. അഡ്വക്കേറ്റ് രാജു ഉണ്ണികൃഷ്ണനെ കുറിച്ചേ കോടതിയിലൊന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിക്കാനും പഠിക്കാനും അല്ല ഞങ്ങൾ വന്നത്. രാജിക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു സത്യം മാത്രം ഞാൻ പറയാം, എന്റെ രാജേട്ട് ഒരിക്കലും ഇത് ചെയ്യില്ല. ഈ തെളിവുകൾ നിലനിൽക്കെ ഇത് തീരുമാനിക്കേണ്ടത് ഞാനോ രാജിയോ അല്ലല്ലോ. അച്ഛാ പ്ലീസ്, പറയുന്നത് കേൾക്കൂ. ചേട്ടൻ വരട്ടെ, നമുക്ക് സംസാരിക്കാം.